എല്ലാവർക്കും ഇക്വാലിറ്റി വേണം. അതായത് തോട്ടിപ്പണിക്കും കൂലിപ്പണിക്കും തൊഴിലുറപ്പ് പണിക്കും മത്സ്യബന്ധനത്തിനും ഈ പറഞ്ഞ വേസ്റ്റ് നീക്കം ചെയ്യാനൊക്കെ നമ്പൂതിരിമാര് വരട്ടെ, നായന്മാര് വരട്ടെ, ബ്രാഹ്മൺസ് വരട്ടെ, അല്ലേ? ഇവര് ഈ പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിമാരും ബിസിനസ് ആൾക്കാരും അല്ലെങ്കിൽ പ്രൊമിനന്റ് ആക്ടേഴ്സും മറ്റുള്ളവരും മാത്രമായാൽ മതിയോ? അല്ലല്ലോ. കണക്കുകൾ എന്ന് സൂചിപ്പിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റില് 182 സീറ്റ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അതിൽ 136 പേരും നായന്മാരാണ്. സ്റ്റാഫുകൾ എടുത്തു നോക്കിയാൽ 95% മേൽജാതിക്കാരുടെ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഈ അതുപോട്ടെ കോളേജുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? 80% OBC, 84% SC, മറ്റുള്ള 64% ST സീറ്റ് ഒക്കെ ഒഴിഞ്ഞെടുക്കുക. കാരണം ഒരു പ്രാപ്തരല്ലല്ലോ. നോട്ട് ഫൗണ്ട് സ്യൂട്ടബിൾ എന്നാണ് കാണിക്കുന്നത്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസ് എന്ന് പറയും. എന്നിട്ട് ഈ പറഞ്ഞ 85% പ്രൊഫസേഴ്സും മേൽജാതിക്കാരാണ്. ഇനി നിങ്ങൾക്ക് ഇനി അടുത്തത് എന്താ വേണ്ട? ഹൈക്കോടതി ജഡ്ജസിന് വേണം. ഹാൻഡ്ഫുൾ ഓഫ് ദളിറ്റ്സ് ആൻഡ് ആദിവാസി ജഡ്ജസ് എന്നാ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 പരം വർഷമായി ആലോചിക്കണം കേട്ടോ. ഇനി സുപ്രീം കോടതി ജഡ്ജ്, ഏതെങ്കിലും ഒരു ഈഴവൻ സുപ്രീം കോടതി ജഡ്ജായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. ഇനി അടുത്തത് പബ്ലിക് ഓഫീസ്, ഗവൺമെന്റ് ഓഫീസസ്. ഓവർ റെപ്രസെന്റേഷൻ ബൈ അപ്പർ കാസ്റ്റ് എന്നാ പറയുന്നത് 2024 വന്ന കണക്കില്. ഇതിനൊക്കെ എവിടെയാണോ നിങ്ങളുടെ മെറിറ്റ് അടിച്ചു കൊണ്ടുപോയ, നിങ്ങളുടെ അവസരം എടുത്തു കൊണ്ടുപോയ SC, ST, ആദിവാസി മറ്റുള്ളവര്? കാണുന്നില്ലല്ലോ. ഇനി രണ്ടാമത്തെ പൊള്ളയായിട്ടുള്ള വാക്കാണ് മതേതരത്വം, അല്ലെ? സമത്വ സുന്ദരമായ കേരളം. അങ്ങനെയാ? ജാതി പേര് മാറ്റടോ, അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റ്സിന് നമുക്കൊന്ന് ബാൻ ചെയ്താലോ? ഈ പത്രങ്ങളിൽ കാണാറുണ്ടോ SC, ST ഒഴികെയുള്ളവരിൽ നിന്ന് കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു? കാരണം അടിച്ചു കഴിഞ്ഞാൽ കുടുംബവാഴ്ചയും അല്ലെങ്കിൽ കുടുംബ മഹാത്മ്യവും തറവാട്ട് പേരും പറഞ്ഞ് പ്രകമ്പനം കൊള്ളുന്ന മലയാളികളല്ലേ നമ്മളിതൊക്കെ മാറ്റി വയ്ക്കോ? ഇല്ല. ഇപ്പോൾ ഏത് ജാതിയാന്ന് നോക്കിയിട്ട് തന്നെ കൂട്ടുകൂടുന്ന ആളുകളാ. ഞാൻ എവിടെ ഇരുന്നിട്ടാ പറയുന്നേ? സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ട് ജാതീയത ക്ലാസിക്കൽ ഡാൻസസിൽ, സോങ്സിൽ വരെ തിരികെ കയറുന്ന ടീമാണ്. പണ്ട് ഫോക്ക് സോങ് ഗായികയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ആ അമ്മേനെ പറ്റി പറഞ്ഞത് നാടൻ പാട്ട് ആർക്കും പാടാലോ എന്നാ. പക്ഷെ ക്ലാസിക്കൽ നൃത്ത ഇനങ്ങൾ അങ്ങനെയല്ല കേട്ടോ, ഈ പറഞ്ഞ ഉന്നത കുലജാതിക്കാരുടെ. ഇനി രണ്ടാമത് ഈ പറഞ്ഞ ജാതീയത, സ്റ്റേറ്റ് സ്പോൺസേർഡ് ജാതീയത റിക്രൂട്ട്മെന്റിലില്ലേ? നിങ്ങൾ ഈ ശബരിമല അതുപോലെ ഗുരുവായൂരിലൊക്കെ പൂജ ചെയ്യുന്ന ബ്രാഹ്മണന്മാര് മതി എന്നാ പറയുന്നത് ഗവൺമെന്റ് ഓർഡേഴ്സിൽ. അതെന്താ അങ്ങനെ? അവര് ചെയ്താലല്ലേ ശരിയാവുള്ളൂ. ഒച്ചാട്ടെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പറഞ്ഞ അമ്പലങ്ങളില്, അതായത് മേൽശാന്തിക്കാര് വരുമ്പോ ഒച്ചയിട്ട് ആട്ടിപ്പായിക്കും. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഭരണഘടന വിലക്കിയിട്ട് പോലും. അന്ന് മേൽശാന്തി ഓടുന്നുണ്ടോ? നമ്മൾ ചോദ്യം ചെയ്യില്ല. ഈ പറഞ്ഞ ഓണത്തിനും മറ്റുള്ള കാര്യത്തിനൊക്കെ എന്നാടോ 16 സദ്യയും പട്ടുസാരിയും ഒക്കെ വന്നത്? അപ്പൊ ഈ പറഞ്ഞ എല്ലാ ജാതിക്കാരും ഉന്നത കുലരായിട്ട് അനുകരിക്കുകയാണ്, അല്ലെ? നമ്മൾ പാളിയാണ്. പിന്നെ എങ്ങനെയാണോ നമുക്ക് മനസ്സിലാവുക? എന്നിട്ട് പറയാം മെറിറ്റ് എടുത്തു കൊണ്ടുപോയി. ഞാൻ 2 നില വീട്ടില് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇരുന്ന് പഠിച്ചതും എന്റെ കൂട്ടുകാരൻ ഇതൊന്നുമില്ലാതെ ഒരു കോളനിയിൽ ഇരുന്ന് പഠിച്ചു വാങ്ങിച്ച മാർക്കാണ്. അപ്പൊ ഈ മെറിറ്റ് എന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മളുടെ മാർക്ക് മാത്രമാവുന്നത്? അത് കുടുംബ പശ്ചാത്തലം, സാമൂഹിക അംഗീകാരം, മറ്റുള്ള അവസരങ്ങള്, ഇത് രണ്ടും രണ്ടാടോ. 2 തട്ടിലുള്ളവരെ എങ്ങനെ കമ്പയർ ചെയ്യാ? നിങ്ങളുടെ മെറിറ്റ് അടിച്ചു പോയെന്ന് എങ്ങനെ പറയാ? എന്നിട്ട് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് അതിന്റെ റെപ്രസെന്റേഷൻ കാണിക്കണ്ടേ? ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ മാത്രം ഭൂമി കൈവശം വന്നത്. അവിടെ എന്തെങ്കിലും അവിടുന്ന് തുടങ്ങിയതാണോ ഈ അസമത്വം? അവിടുന്ന് തുടങ്ങിയ അസമത്വം, ഈ അസമത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് 3-4 തലമുറയ്ക്ക് ഇടയിൽ കൂടെ മാറുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ജാതീയതയും ഈ പറഞ്ഞ മറ്റുള്ളതും സമൂഹത്തിലുണ്ടെന്ന് അംഗീകരിക്കുക. അതുപോലെ തന്നെ സവർണ സമൂഹത്തിന് ആവേശം പകരുന്നത് ഭൂരിപക്ഷമുള്ള അവർണരുടെ അംഗീകാരമാണെന്നും അവരുടെ നിലപാടുകളാണെന്നും മനസ്സിലാക്കുക. പിന്നെ ഭരണഘടനയിലെ ആരുടെയും സാമ്പത്തിക ഭദ്രതയ്ക്കോ സാമ്പത്തികം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഈ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹിക സംവരണമാണ്, സാമ്പത്തികമല്ല. റെപ്രസെന്റേഷൻ, അണ്ടർ റെപ്രസെന്റേഷൻ. 100-ൽ പരം ജാതികളിൽ ഇന്നും കേരളത്തിൽ പല പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോഴും ഒരു റെപ്രസെന്റേഷൻ പോലും അവർക്കില്ല. അവരൊക്കെ ഒന്ന് റെപ്രസെന്റ് ആവട്ടോ. ഈ പറഞ്ഞ മേൽജാതിക്കാര് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയും പോസ്റ്റുകളും ജോലിയും എല്ലാം ഒന്ന് എല്ലാവരിലും എത്തട്ടെ. എന്നിട്ട് നമുക്ക് സംവരണം മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ പോരെ? ഇത് സണ്ണിമാഷ് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ജാതി ഇല്ല എന്ന് പറയും അല്ലെ കേരളത്തില്
പ്രബുദ്ധരായ ജനങ്ങൾ. പക്ഷെ ജാതി എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ജാതി പാലിക്കുന്നുണ്ടോ പാലിക്കുന്നില്ലേ എന്നുള്ളതിലാണ് കാര്യം, അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കുക, സംഘടിക്കുക, ശക്തരാവുക, നിലപാടെടുക്കുക. ജാതി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയല്ല വേണ്ടേ.